നമസ്കാരം. എഡ്യൂസെറ്റ് അക്കാദമിയുടെ കെമിസ്ട്രി പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന അധ്യായത്തിന്റെ 1-ാം ഭാഗം കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതിന്റെ 2-ാം ഭാഗത്തിലേക്ക് കിടക്കാം. അതിനു മുൻപായി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഒന്നുകൂടെ ഓർത്തെടുക്കാം. ആറ്റോമിക് തിയറി, പീരിയോഡിക് ടേബിൾ, ഓരോ ഷെല്ലുകളെയും സബ് ഷെല്ലുകളാക്കി തിരിച്ചിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി കഴിഞ്ഞു. ഷെല്ലുകളെ സബ് ഷെല്ലുകളാക്കി തിരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? എസ്, പി, ഡി, എഫ് എന്നിങ്ങനെയാണ് സബ് ഷെല്ലുകളുടെ പേരുകൾ. എസ്, പി, ഡി, എഫ്. ഓരോ ഷെല്ലിലുമുള്ള സബ് ഷെല്ലുകളുടെ എണ്ണം ആ ഷെല്ലിന്റെ നമ്പറിന് തുല്യമാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് 1-ാമത്തെ ഷെല്ലില് ഒരു സബ് ഷെല്ല്, അതായത് എസ് സബ് ഷെല്ല് മാത്രം. ദെൻ 2-ാമത്തെ ഷെല്ലില് 2 സബ് ഷെല്ലുകൾ, അതായത് എസ് ആൻഡ് പി. 3-ാമത്തെ ഷെല്ലില് 3 സബ് ഷെല്ലുകൾ, എസ്, പി, ഡി. ദെൻ 4-ാമത്തെ ഷെല്ലില് 4 സബ് ഷെല്ലുകൾ, എസ്, പി, ഡി, എഫ്. ഇപ്രകാരമാണ് സബ് ഷെല്ലുകളാക്കി തിരിച്ചിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ദെൻ ഓരോ സബ് ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്നും കണ്ടു. അതായത് എസ് സബ് ഷെല്ലില് 2 ഇലക്ട്രോണുകൾ, പി സബ് ഷെല്ലില് 6 ഇലക്ട്രോണുകൾ, ഡി സബ് ഷെല്ലില് 10 ഇലക്ട്രോണുകൾ, എഫ് സബ് ഷെല്ലില് 14 ഇലക്ട്രോണുകൾ. അപ്പൊ ഇതൊക്കെ വെച്ച് നമ്മൾ ചെറിയ എലമെന്റുകൾ, അതായത് ആറ്റോമിക നമ്പർ ചെറുതായിട്ടുള്ള എലമെന്റുകളിലേക്ക് സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അത് വെച്ച് നമ്മൾ കുറച്ച് എക്സാമ്പിളുകൾ കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്കൊന്ന് ഒരു എക്സാമ്പിൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാർബണിന്റെ ആറ്റോമിക് നമ്പർ 6 ആണ് അല്ലെ? കാർബണിന്റെ ആറ്റോമിക് നമ്പർ 6 ആണ്. ദെൻ അപ്പോൾ ഇതിന്റെ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2, 2s2, 2p2, അതായത് 2 ഇലക്ട്രോൺ ഫസ്റ്റ് സബ് ഷെല്ലായ എസില് 2 ഇലക്ട്രോണുകൾ. ദെൻ 2-ാമത്തെ ഷെല്ലില് ഫസ്റ്റ് സബ് ഷെല്ലായ 2sല് 2 ഇലക്ട്രോണുകൾ. ബാക്കിയുള്ള 2 ഇലക്ട്രോണുകൾ അടുത്ത സബ് ഷെല്ലായ 2pയില് 2 ഇലക്ട്രോണുകൾ. ഇങ്ങനെയാണ് കാർബണിന്റെ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. നൈട്രജന്റെ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് നോക്കാം. നൈട്രജന്റെ ആറ്റോമിക് നമ്പർ 7 ആണ്. അപ്പോൾ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുക: 1s2, 2s2, 2p3. ഇവിടെ ഓരോ സബ് ഷെല്ലുകളിലും ഇലക്ട്രോൺ വന്ന് നിറയുകയാണ് ചെയ്യുന്നതെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ എങ്ങനെയായിരിക്കും? ഊർജം ഏറ്റവും കുറഞ്ഞ ഷെല്ലിലാണ് ആദ്യം ഇലക്ട്രോൺ ഫില്ല് ചെയ്യുക. അതിനുശേഷമായിരിക്കും ഊർജം കൂടിയ സബ് ഷെല്ലിലേക്ക് ഇലക്ട്രോൺ പോകുന്നത്. അപ്പൊ ഏറ്റവും എനർജി കുറഞ്ഞ സബ് ഷെല്ലിലാണ് ആദ്യം ഇലക്ട്രോൺ വന്ന് നിറയുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, കാർബണിന്റെ കേസിൽ ആകെ 6 ഇലക്ട്രോണുകളാണ് ഇതിനകത്തുള്ളത്, കാർബണിന്റെ ആറ്റത്തിനകത്തുള്ളത്. അതിലെ ഫസ്റ്റത്തെ 2 ഇലക്ട്രോൺ നമുക്കറിയാം, എസ് സബ് ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യാൻ കഴിയുള്ളൂ, അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ ആദ്യത്തെ 2 ഇലക്ട്രോൺ വന്ന് ഈ എസ് സബ് ഷെല്ല് പൂർണ്ണമായി നിറഞ്ഞു. അതിനുശേഷം 2-ാമത്തെ സബ് ഷെല്ലായ, അതായത് കുറച്ചുകൂടെ എനർജി കൂടിയ 2sലേക്ക് ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുകയാണ്. അപ്പൊ അവിടെയും പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം 2 ആണ്. അവിടെയും ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന 2 ഇലക്ട്രോണുകൾ 2pയിലേക്ക് പോയി. ഇപ്രകാരമാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് ക്ലിയർ ആവുന്നതാണ്. അതായത് ഏറ്റവും എനർജി കുറഞ്ഞെടുത്തുനിന്ന് കൂടിയതിലേക്കാണ് ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്തു പോകുന്നത്. അതായത് ഒരു ഷെല്ലിൽ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ഷെല്ലിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുകയുള്ളൂ. ഷെല്ലുകളുടെ ക്രമം നമ്മൾ പഠിച്ചതാണ്. അതായത് K, L, M, N എന്നിങ്ങനെ ഓർഡറിലാണ് ഷെല്ലുകൾ പോയിരിക്കുന്നത്. അതായത് 1, 2, 3, 4. അതായത് 1 കഴിഞ്ഞ് 2, 2 കഴിഞ്ഞ് 3, പിന്നെ 4. സബ് ഷെല്ലുകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ 1 കഴിഞ്ഞ് 2, 2 കഴിഞ്ഞ് 3, 3 കഴിഞ്ഞ് 4. അതായത് 1s, 2s, 2p ഇങ്ങനെ ഓർഡർ. ഈ ഒരു ഓർഡറിലാണോ ഇലക്ട്രോണുകൾ പൂരണം നടക്കുന്നത്. അതായത് ഷെല്ലുകളുടെ കേസിൽ 1-ാമത്തെ ഷെല്ലിൽ നിറഞ്ഞു കഴിഞ്ഞതിന് ശേഷം 2-ാമത്തെ ഷെല്ല്, 2-ാമത്തെ ഷെല്ലിൽ നിറഞ്ഞു കഴിഞ്ഞതിന് ശേഷം 3-ാമത്തെ ഷെല്ല്, അങ്ങനെ. സബ് ഷെല്ലുകളിലും ഇപ്രകാരം 1-ാമത്തെ ഷെല്ലിലുള്ള സബ് ഷെല്ലുകളിൽ നിറഞ്ഞതിന് ശേഷം 2-ാമത്തെ ഷെല്ലിലുള്ള സബ് ഷെല്ലുകൾ, അത് കഴിഞ്ഞ് 3-ാമത്തെ സബ് ഷെല്ലുകൾ, അത് കഴിഞ്ഞാണോ 4-ാമത്തേത്. ഈ ഒരു ക്രമം കൃത്യമാണോ? അതായത് ഈ എനർജി കൂടി വരുന്ന ക്രമം ഇതേപോലെ ഷെല്ലിന്റെ ക്രമം തന്നെയാണോ സബ് ഷെല്ലുകളുടെ ക്രമം എന്നൊന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഷെല്ലുകളിലും ഇതേ ക്രമം പാലിക്കുന്നുണ്ടോ?
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൊട്ടാസ്യത്തിൻ്റെ കേസ് ചർച്ച ചെയ്തിരുന്നു. അതായത് കെയുടെ ആറ്റോമിക് നമ്പർ 19. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 8, 1. അതായത് ഇവിടെ പരമാവധി ഇനിയും 10 ഇലക്ട്രോണുകളെ കൂടെ ഉൾക്കൊള്ളാം. അങ്ങനെ ഇരിക്കെ ഒരു ഇലക്ട്രോൺ അടുത്ത ഷെല്ലിലേക്ക് മൂവ് ചെയ്തതായിട്ട് നമ്മൾ കണ്ടിരുന്നു. ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് നമ്മൾ ചോദിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഈ ഒരു യഥാർത്ഥ കാരണം എന്തെന്ന് ഇന്നും നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സബ് ഷെല്ലുകളിലെ ഊർജ്ജ നിലകൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് വ്യക്തമായി മനസ്സിലാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു ഗ്രാഫ് വിശകലനം ചെയ്യാം. ഗ്രാഫ് ഇതാണ്. എക്സ് ആക്സിസിലെ ഷെല്ലുകളുടെ പേരുകൾ, അതായത് കെ, എൽ, എം, എൻ. ദെൻ വൈ ആക്സിസിലെ ഊർജം, അതായത് എനർജി. ഇവിടെ നോക്കുക, 1s അതായത് കെ ഷെല്ലിലെ സബ് ഷെല്ലായ 1s ഏറ്റവും താഴെ, ഊർജം കുറഞ്ഞ നിലയ്ക്ക്. ദെൻ തൊട്ട് 2sലെ ഫസ്റ്റത്തെ സബ് ഷെല്ലായ 2ലെ ഫസ്റ്റ് സബ് ഷെല്ലായ 2s കുറച്ചും കൂടെ എനർജി കൂടുതലായിട്ട്. ദെൻ അടുത്തത് 2p, ദെൻ 3s, 3p, അത് കഴിഞ്ഞ് 4s, അത് കഴിഞ്ഞാണ് 3d വരുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ക്രമം? ഇവിടെ 4sനേക്കാളും ഊർജം കൂടുതലാണ് 3d. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ എനർജിയിൽ ഉള്ള ഓർഡർ എന്ന് പറയുന്നത്, എനർജി കൂടി വരുന്ന മുറ എന്ന് പറയുന്നത് ഒരിക്കലും ഷെല്ലുകളുടെ നമ്പർ എണ്ണം അതിന് ഒരേ ലെവലിലല്ല. അതായത് 4s കഴിഞ്ഞിട്ടായിരുന്നു 3dയുടെ എനർജി. ഇതിന് മേളിലേക്കുള്ള ഊർജ്ജ നിലകളിലും ഇതുപോലെയുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ 1sഉം 2sഉം തമ്മിലുള്ള ഊർജം ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഇവിടെ 2sനാണ് ഊർജം കൂടുതൽ. 3sഉം 3pയും എടുത്ത് നോക്കൂ, 3pക്കാണ് ഊർജം കൂടുതൽ. പിന്നെ 4sഉം 3dയും ഒന്ന് പരിശോധിച്ച് നോക്കൂ. അവിടെ 3dക്കാണ് ഊർജം 4sനേക്കാളും കൂടുതൽ. അങ്ങനെയെങ്കിൽ നമുക്ക് പൊട്ടാസ്യത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. പൊട്ടാസ്യത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. 1s2, 2s2, 2p6, 3s2, 3p6, then 4s1. അതായത് 3dയിലേക്കല്ല ഇലക്ട്രോൺ ഫിൽ ചെയ്തത്, 4sലേക്കാണ്. ഒരു ഇലക്ട്രോൺ, അവസാനത്തെ ഒരു ഇലക്ട്രോൺ 4sലേക്കാണ്. അതായത് നാലാമത്തെ ഷെല്ലിലെ സബ് ഷെല്ലായ 4sലേക്കാണ് പോയിരിക്കുന്നത്. അതായത് 4s1 എന്ന് വന്നിരിക്കും. അതുകൊണ്ടാണ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയപ്പോൾ നമുക്കിവിടെ 2, 8, 8, 1 എന്നിങ്ങനെ വന്നത്. അതായത് ലാസ്റ്റത്തെ 1 അടുത്ത ഷെല്ലിലേക്ക് പോയതിന്റെ ഉത്തരം ഇപ്പൊ കിട്ടിയില്ലേ? ഇതാണ് സബ് ഷെല്ലുകളുടെ എനർജി കൂടി വരുന്ന ക്രമം ഇപ്രകാരമാണ്. അപ്പോൾ ഇത് ഗ്രാഫ് വെച്ച് പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് നമുക്ക് എളുപ്പമായ മറ്റൊരു മാർഗം നോക്കാം. ഓരോ ഷെല്ലുകളിലെയും സബ് ഷെല്ലുകളുടെ പേരുകൾ ക്രമത്തിൽ ഓർഡർ ആയിട്ട് ഇങ്ങനെ എഴുതി വയ്ക്കുക. അതായത് നോക്ക്, 1s, 2s, 2p, 3s, 3p, 3d, 4s, 4p, 4d, 4f, ഇങ്ങനെ താഴേക്ക് നമുക്ക് ആവശ്യമുള്ളത്രയും എഴുതുക. ഇവിടെ വരച്ചിരിക്കുന്ന ഏരോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ആദ്യം 1s കഴിഞ്ഞാൽ 2s, അത് കഴിഞ്ഞ് 2p, 2pയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ 3s, then 3p, 4s, then 3d, 4p, 5s. ഇങ്ങനെയാണ് ഈ എനർജി ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുന്നത്. ഇതനുസരിച്ചാണ് ഇലക്ട്രോൺ പൂരണം സംഭവിക്കുന്നത്. അതായത് ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുന്നത് ഈ ഒരു ഓർഡറിലാണ്. അപ്പോൾ ഈ ഓർഡർ നമുക്കൊന്ന് ക്ലിയർ ആയിട്ടൊന്ന് എഴുതി നോക്കാം. 1s, അത് കഴിഞ്ഞ് 2s, 2sനേക്കാൾ ഊർജ്ജം കൂടുതൽ 2p, then 3s, 3p, 4s, 3d, 4p, 5s, etc. അതായത് എനർജി കൂടി വരുന്ന ക്രമം ഇപ്രകാരമാണ്. ഒന്നുകൂടെ പറയാം. 1s, 2s, 2p, 3s, 3p, 4s, 3d, 4p, 5s, etc. നമുക്ക് ചില ഉദാഹരണങ്ങൾ പരിശോധിച്ച് നോക്കാം. സ്കാൻഡിയത്തിൻ്റെ കേസ് എടുക്കാം. ഫസ്റ്റ് സ്കാൻഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 21 അങ്ങനെയെങ്കിൽ സ്കാൻഡിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം അഥവാ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും? 1s2, 2s2, 2p6, 3s2, 3p6, 4s2, then
3d1. 4sൽ 2 ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്തതിന് ശേഷമാണ് അവസാനത്തെ ഒരു ഇലക്ട്രോൺ 3dയിലേക്ക് വരുന്നത്. അതായത് 1s2 2s2 2p6 3s2 3p6 4s2 3d1. ആദ്യത്തെ 2 ഇലക്ട്രോണുകൾ ഏറ്റവും എനർജി കുറഞ്ഞ 1sൽ ഫില്ല് ചെയ്തു. അതിനുശേഷം കുറച്ചുകൂടി എനർജി കൂടിയ 2sൽ അടുത്ത 2 ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്തു. കുറച്ചുകൂടി എനർജി കൂടിയ 2pയിലേക്ക് അതിനുശേഷമുള്ള 6 ഇലക്ട്രോണുകൾ പോയി. അതിനുശേഷം 3sൽ 2 ഇലക്ട്രോണുകൾ, ദെൻ 3pയിൽ 6 ഇലക്ട്രോൺസ്. അതിനുശേഷം 4sനാണ് എനർജി 3dക്ക് 4sനേക്കാളും എനർജി കൂടുതലാണ്. അതുകൊണ്ട് 3pക്ക് ശേഷം 4sൽ 2 ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രം 3dയിലേക്ക് അവസാനത്തെ ഒരു ഇലക്ട്രോൺ പോയി. ഇവിടെ എനർജി കൂടി വരുന്ന മുറയ്ക്ക് നമ്മളിവിടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. പക്ഷേ എപ്പോഴും ഉത്തരം എടുത്തെഴുതുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതണം. പക്ഷെ ഉത്തരം എടുത്തെഴുതുമ്പോൾ ഓരോ ഷെല്ലിലെയും സബ് ഷെല്ലുകളെ ഒന്നിച്ച് എഴുതണം. അതായത് ഒരേ ഷെൽ നമ്പർ വരുന്ന സബ് ഷെല്ലുകളെ ഒന്നിച്ച് എഴുതണം. അങ്ങനെ എഴുതുകയാണെങ്കിൽ 1s2 2s2 2p6 3s2 3p6 3d1 4s2 3s2 3p6 3d1 എഴുതിയതിന് ശേഷം 4s2 എഴുതുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയതിന് ശേഷം ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് വീണ്ടും ഉത്തരം എടുത്തെഴുതണം. ഇനി അടുത്തൊരു ഉദാഹരണം നോക്കാം. ടൈറ്റാനിയത്തിൻ്റെ ആറ്റോമിക നമ്പർ 22 ആണ്. അപ്പോൾ അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 3p6 4s2 then 3d2. അവസാന ഇലക്ട്രോൺ വന്നെന്നറിയുന്നത് 3d സബ്ഷെല്ലിലാണ് അവസാനത്തെ 2 ഇലക്ട്രോണുകൾ വന്ന് നിറയുന്നത്. 4sൽ ഫില്ലായതിനു ശേഷമാണ് 3dയിലേക്ക് പോകുന്നത്. ഇനി ഈ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഒരേ ഷെല്ലിലെ സബ്ഷെല്ലുകളെ ഒന്നിച്ച് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഇങ്ങനെയാണ് എഴുതുക: 1s2 2s2 2p6 3s2 3p6 3d2 then 4s2. ഇനി വനേഡിയത്തിൻ്റെ കേസ് നോക്കുക. വനേഡിയത്തിൻ്റെ ആറ്റോമിക നമ്പർ 23 ആണ്. അപ്പോൾ വനേഡിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 3p6 4s2 ലാസ്റ്റ് 3d3. 3p6ന് ശേഷം 4s2ൽ 2 ഇലക്ട്രോൺ ഫില്ലായി. അതിനുശേഷം ബാക്കി അവസാനം വരുന്ന 3 ഇലക്ട്രോണുകൾ 3d സബ്ഷെല്ലിൽ വന്ന് നിറയുന്നു. ഇനി ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ 1s2 2s2 2p6 3s2 3p6 3d3 then 4s2 എന്ന് വരും. മൂന്നാമത്തെ ഷെല്ലിലെ സബ് ഷെല്ലുകളെ ഒന്നിച്ചെഴുതി 3s2 3p6 3d3 then 4ാമത്തെ ഷെല്ലിലെ സബ് ഷെല്ലായ 4s2 എന്ന് എഴുതി. ഇനി അവസാനത്തെ ഒരു ഉദാഹരണം അയണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതുകയെന്ന് നോക്കാം. അയണിൻ്റെ ആറ്റോമിക നമ്പർ 26 ആണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 3p6 4s2 then 3d6 എന്നായിരിക്കും. ഒരിക്കൽ കൂടി പറയാം: 1s2 2s2 2p6 3s2 3p6 4s2 then 3d6. ഇതിനെ പുനഃക്രമീകരിച്ച് എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p6 3d6 എഴുതിയതിന് ശേഷം 4s2 എഴുതുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക,
സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതേണ്ടത് എനർജി കൂടി വരുന്ന ക്രമത്തിലായിരിക്കണം. അതായത് ഇലക്ട്രോണുകൾ വന്ന് ഫില്ല് ചെയ്യുന്നത് സബ്ഷെല്ലിൽ ഇലക്ട്രോണുകൾ വന്ന് ഫില്ല് ചെയ്യുന്നത് എനർജി കൂടി വരുന്ന ക്രമത്തിലാണ്. എഴുതുമ്പോഴും സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോഴും അങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. എഴുതുമ്പോൾ നമ്മളിതിനെ വീണ്ടും പുനഃക്രമീകരിച്ച് റീഅറേഞ്ച് ചെയ്ത് എഴുതണം. ഒരേ ഷെല്ലിൽ സബ്ഷെല്ലുകളെ ഒന്നിച്ചാക്കി എഴുതണം. ഇനി ചില എക്സെപ്ഷണൽ കേസുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഫസ്റ്റ് ക്രോമിയത്തിൻ്റെ കേസ് എടുക്കാം. ക്രോമിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 24 ആണ്. അപ്പോൾ അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് വിന്യാസം ഒന്ന് എഴുതി നോക്കുക. അത് പ്രകാരമാണ് 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d4. ഇങ്ങനെയാണ് വരേണ്ടത് അല്ലേ? നമ്മൾ പഠിച്ച നിലയ്ക്കാണെങ്കിൽ എനർജി കൂടുന്ന ഓർഡർ അനുസരിച്ച് 4s2 then 3d4 ഇങ്ങനെയാണ് വരേണ്ടത്. പക്ഷേ ക്രോമിയത്തിന്റെ കേസിൽ ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. അതായത് ഭാഗികമായോ പൂർണ്ണമായോ നിറഞ്ഞ സബ്ഷെല്ലുകൾക്ക് മറ്റുള്ളവയേക്കാളും സ്ഥിരത കൂടുതലായിരിക്കും. അതായത് ഹാഫ് ഫിൽഡ് ആൻഡ് ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽസ് ആർ മോർ സ്റ്റേബിൾ ദാൻ അതേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഡി സബ്ഷെല്ലിന്റെ പരമാവധി കപ്പാസിറ്റി, അതായത് ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാവുന്ന പരമാവധി കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 ആണെന്ന് നമുക്കറിയാം അല്ലേ? അതായത് ഇവിടെ ഒരു ഇലക്ട്രോൺ കൂടി വരികയാണെങ്കിൽ ഇത് ഹാഫ് ഫിൽഡ് ആയിരിക്കും, പകുതി നിറഞ്ഞതായിരിക്കും. അതായത് 4 എന്നുള്ളത് 5 ആവും. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഈ 4s ഒരു ഇലക്ട്രോണിനെ 3dയിലേക്ക് കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ ഇത് മോർ സ്റ്റേബിൾ ആയിരിക്കും അല്ലേ? അപ്പൊ മോർ സ്റ്റേബിൾ ആയിട്ടുള്ളതാണ് അവർ എപ്പോഴും ചൂസ് ചെയ്യുള്ളൂ, അത് നമുക്കറിയാം. അതായത് അപ്പൊ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s1 3d5 എന്നാണ്. ക്ലിയർ ആയ? അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d4 ആണ് ഇവിടെ വരേണ്ടത്, പക്ഷെ ഇവിടെ 3d5 ആണ്. ക്രോമിയത്തിന്റെ ഒരു എക്സെപ്ഷണൽ കേസ് ആണ് ഇവിടെ പറഞ്ഞത്. ഇതിന്റെ റീസൺ ഇതാണ്: ഹാഫ് ഫിൽഡ് ആൻഡ് ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് മോർ സ്റ്റേബിൾ ദാൻ അതേഴ്സ്. അപ്പോൾ ഇത് ഹാഫ് ഫിൽഡ് ആയിരിക്കാനായിട്ട് ഇവർ ശ്രമിക്കും. ദെൻ അടുത്തൊരു കേസാണ് കോപ്പറിന്റെ കേസ്. കോപ്പറിന്റെ ആറ്റോമിക് നമ്പർ 29 ആണ്. കോപ്പറിന്റെ ആറ്റോമിക് നമ്പർ 29. ദെൻ സബ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d9. ഇവിടെയും ഒരു കേസ് കാണാം, 9 എന്ന് കാണാം അല്ലേ? ഇവിടുത്തെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉൾക്കൊള്ളാവുന്നത് 10 ആണ്. ഇവിടെ 9 ഇലക്ട്രോണുകളുണ്ട്. അപ്പോൾ ഒരു ഇലക്ട്രോൺ കൂടി കിട്ടുകയാണെങ്കിൽ അത് ഫുള്ളി ഫിൽഡ് ആയിരിക്കും, പൂർണ്ണമായിട്ട് നിറഞ്ഞതായി മാറും. അങ്ങനെയെങ്കിൽ ഈ 4s ഒരു ഇലക്ട്രോണിനെ 3dയിലേക്ക് നൽകും. ആദ്യം 3dയില് 10 ഇലക്ട്രോണിൽ വന്ന് നിറയും. 3d10, 4s1, 3d10. ഇപ്രകാരമാണ് ഇതിന്റെ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. ഇപ്രകാരം തന്നെ F7ഉം F14ഉം കൂടുതൽ സ്ഥിരതയുള്ള ഒരു ക്രമീകരണമാണ്. ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. ചോദിക്കുമ്പോൾ ഇതിന്റെ ഉത്തരം എഴുതേണ്ടത് ഇങ്ങനെ തന്നെയാണ്. ഇപ്രകാരം തന്നെ ഇങ്ങനെ ഇത് വിശദീകരിച്ച് കൊടുക്കണം. അതായത് മോർ സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഫിൽഡ് ആൻഡ് ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് മോർ സ്റ്റേബിൾ ആണ്. അതായത് ഡി സബ്ഷെല്ലിലും എഫ് സബ്ഷെല്ലും ഹാഫ് ഫിൽഡ് ആണെങ്കിലും ഫുള്ളി ഫിൽഡ് ആണെങ്കിലും അത് മോർ സ്റ്റേബിൾ ആയിരിക്കും മറ്റുള്ളവയേക്കാളും. അപ്പോൾ ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും എക്സെപ്ഷണൽ കേസുകൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്.